യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ വളരെ ശക്തമായി പ്രതിപാദിക്കുന്ന ഒരു ദൂത് മോശ മരിച്ച ശേഷം ശുശ്രൂഷ ഫലമേൽപ്പിച്ചത് യോശുവയിലാണ്. യോശുവയുടെ അടുത്ത് കർത്താവ് പറഞ്ഞത്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. നോക്കൂ, ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, പ്രൈസ് ദി ലോർഡ്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് കർത്താവ് നിവർത്തിക്കും. പലപ്പോഴും ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് നിവർത്തിക്കാൻ കഴിയാതെ പോകുന്ന ഘട്ടങ്ങളുണ്ട്. പക്ഷെ അവിടെയും കർത്താവ് നമ്മോട് ക്ഷമിക്കാറുണ്ടല്ലേ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ നമ്മുടെ അംബാസഡർ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ അംബാസഡർ ദൈവമാണ്. ബാക്കിയെല്ലാം ഈ ഭൂപരപ്പിൽ സ്തോത്രം നമുക്ക് ദൈവം നൽകിയിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ അംബാസഡർ, നമ്മെ നയിക്കുന്ന, നമ്മെ ലീഡ് ചെയ്യുന്ന, നമ്മെ സ്തോത്രം എൻകറേജ് ചെയ്യുന്ന, നമ്മെ കൈവിടാത്ത ഒരു ദൈവം. ഹല്ലേലൂയ. മനുഷ്യൻ കൈവിടും കേട്ടോ. ഹലോ, മനുഷ്യൻ കൈവിടും. അവർ പിന്നെ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് മാറും. ഇന്ന് കണ്ടവരും നാളെ കാണാത്തത് പോലെ പോകും. ഭാരപ്പെടണ്ട. കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഒരു നാളും കൈവിടില്ല. മനുഷ്യൻ പറയുന്ന വാക്കുകൾ അത് ചില മിനിറ്റുകൾ മാത്രമേ നിൽക്കൂ. പക്ഷെ ദൈവം പറയുന്ന വാക്കുണ്ടല്ലോ, മനുഷ്യർ മോഹന വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് തരും. ഞാൻ നിങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ മനുഷ്യൻ പറയും. അത് കേട്ടൊന്നും ഇറങ്ങി ഓടിക്കളയരുത്. അത് വൃഥാവുള്ള വാക്കുകളാണ്. പക്ഷെ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം അത് ശക്തമായി വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല. ഈ വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകലിൽ ഒരു വാഴ്ത്തത്തമായിരിക്കട്ടെ, വാടാത്തൊരു കിരീടമായിരിക്കട്ടെ.